ഇറാനെ ലക്ഷ്യമാക്കി അമേരിക്കയുടെ യുദ്ധക്കപ്പൽ പുറപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. അപ്പോൾ ഏറെക്കുറെ ഇറാനുമായി ഏറ്റുമുട്ടാനുള്ള തയ്യാറെടുപ്പോട് കൂടി തന്നെയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിർദ്ദേശപ്രകാരം USS അബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പൽ സിംഗപ്പൂരിൽ നിന്ന് അറബിക്കടൽ വഴി ഇറാനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിന് പ്രതിരോധം സൃഷ്ടിക്കാനുള്ള എല്ലാ സംവിധാനവും തങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ പ്രസ്താവിക്കുകയും ചെയ്തു. ഇത് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഡിസ്ട്രോയർ കപ്പലുകൾ, അതായത് വ്യോമ പ്രതിരോധ സംവിധാനമുള്ള കപ്പലുകൾ ഇതിൻ്റെ കൂടെ അനുഗമിക്കുന്നുണ്ട്. ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള കപ്പലുകൾ പിന്തുടരുന്നുണ്ട്. ഗൈഡൻസ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഇതിനോടൊപ്പം ഹറാഗട്ട് എന്ന് പറയുന്ന സംവിധാനത്തോടൊപ്പമാണ്, അതായത് കൂറ്റൻ ഒരു യുദ്ധ സംവിധാനത്തോട് കൂടി തന്നെ ഇതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഈ USS അബ്രഹാം ലിങ്കൺ കപ്പൽ എന്ന് പറഞ്ഞാൽ ചെങ്കടലിൽ ഇതിന് മുമ്പുണ്ടായിരുന്നു. അങ്ങനെ ഹൂത്തികളുടെ ആക്രമണത്തിൻ്റെ ശല്യം കാരണത്താൽ അവരവിടെ പോയതാണ്. വലിയ രീതിയിൽ പരിക്കേറ്റിരുന്നു അബ്രഹാം ലിങ്കൺ കപ്പലിന്. നടു ഒടിഞ്ഞിരുന്നു എന്നുള്ള റിപ്പോർട്ടൊക്കെ ആയിരുന്നു പുറത്ത് വന്നത്. പിന്നെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തുകൊണ്ട് അതിനെ രൂപത്തിലാക്കിയതാണ്. അത് സിംഗപ്പൂരിൽ വെച്ചാണ് ആ പണികളൊക്കെ പൂർത്തീകരിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ സിംഗപ്പൂരിൽ നിന്ന് അറബിക്കടൽ വഴി ഈ മേഖലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ താല്പര്യം കാണിക്കുന്നതല്ല അങ്ങനെ പുറപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ആയത്തുള്ള അലി ഖംന ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് 2-3 കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ക്രിമിനൽ സംഘം ഒടിഞ്ഞു വീഴും, അവർക്ക് അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ്റെ ഭൂമിയിൽ സാധിക്കുകയില്ല. അത് പേർഷ്യൻ സാമ്രാജ്യവും അതിൻ്റെ സംസ്കാരവും അതിൻ്റെ നിർവൃതികളും അതേക്കുറിച്ചുള്ള കാര്യത്തെക്കുറിച്ചും അറിയാത്തതും മനസ്സിലാക്കാത്തതും കൊണ്ടാണ്. ഒരു രാജ്യത്തെ അതിജയിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല. രാജ്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാത്ത രീതിയിലാണ് ഇടപെടുന്നതെങ്കിൽ ആരാണോ ആക്രമിക്കുന്നത് അവരില്ലാതാകുക സ്വാഭാവികമാണ്. തങ്ങളുടെ രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കാൻ വേണ്ടി ട്രംപ് നേതൃത്വം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപ് ക്രിമിനലാണ്, വിചാരണ നേരിടേണ്ട രാജ്യഭരണാധികാരിയാണ്. അത് അങ്ങനെയാണ് തുടരുന്നത്. അക്രമത്തിൻ്റെ ഉത്തരവാദിത്തം 100% ട്രംപിനുള്ളതാണ്. ഇറാൻ്റെ അകത്ത് അസ്ഥിരത ഉണ്ടാക്കാനും അവിടെ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ രാജ്യത്തിലെ ജനങ്ങൾക്ക് വലിയ സഹായം പിന്തുണ നൽകിയത് അമേരിക്കയാണ്. അതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്തം അമേരിക്കക്കാണ്. രാജ്യത്തിൻ്റെ അകത്തും പുറത്തും ഇറാനെതിരെയുള്ള കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നതാണ്. ഇപ്പോൾ ഇറാൻ്റെ പുതിയൊരു പ്രസ്താവന പുറത്തു വന്നത് പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിരിക്കുന്ന ആളുകൾ കീഴടങ്ങണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റൊരു രീതിയിൽ പറയുന്നത് അവർ ആയുധം വെച്ച് കീഴടങ്ങണം എന്ന് പറയുന്നത്. അതായത് പ്രക്ഷോഭകാരികളുടെ കയ്യിലേക്ക് ആയുധങ്ങൾ എത്തിയിട്ടുണ്ട്. എത്തിരിക്കുന്ന ആയുധങ്ങൾ ഏത് ഭാഗത്ത് നിന്നാണ് വന്നത് എന്നുള്ളതും എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു കൃത്യമായിരിക്കുന്ന പഠനം ഇറാൻ നടത്തുന്നു. അതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ പുറത്തു വന്നത് എങ്ങനെയാണ്: ഇസ്രായേൽ ഇറാൻ യുദ്ധം ഉണ്ടായ സമയത്ത് 12 ദിവസം യുദ്ധം നടന്നിട്ടുണ്ട്. ആ യുദ്ധത്തിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഈ ഒരു സംവിധാനത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ, അതായത് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കും അല്ലെ ആക്രമിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇസ്രായേലിൻ്റെ സർക്കാരിനും അമേരിക്കയ്ക്കും അറിയാം. വൻതോതിൽ ആയുധ ശേഖരങ്ങൾ അവിടെ അവർ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അത് പലതരത്തിൽ, അതായത് അവിടുത്തെ വ്യവസായികൾ സമ്പന്നരൊക്കെ വലിയ ഈ ഏക്കർ കണക്കിന് ഭൂമി വിലക്ക് വാങ്ങിയിട്ട് അവിടെ വ്യവസായ സംരംഭം തുടങ്ങാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു. ഏതെങ്കിലും തരത്തിലുള്ള കുറച്ച് തൊഴിലാളികളെ വെച്ചിട്ട് വ്യവസായ സംരംഭം തുടങ്ങുകയും ചെയ്തു. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഇതിനെ ബാക്ക്ഗ്രൗണ്ട് ആക്കി വെച്ചിട്ട് അവിടേക്ക് ആയുധങ്ങൾ കടത്തി. അതൊരു പക്ഷേ ഈ ഇറാൻ്റെ ഈ ഉദ്യോഗസ്ഥരെ, സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയാത്ത രീതിയിലായിരിക്കാം ഒരു പക്ഷേ. അങ്ങനെ വൻതോതിൽ ആയുധങ്ങൾ ഇതിനകത്ത് അവർ ഒരുക്കൂട്ടി വെച്ചു, വലിയ തന്ത്രങ്ങൾ മെനഞ്ഞു. അതുകൊണ്ടാണ് ഒരേ സമയത്ത് സൈനികർ കൊല്ലപ്പെടുന്നു, ശാസ്ത്രജ്ഞർ കൊല്ലപ്പെടുന്നു, അവിടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട നഗരം ആക്രമിക്കപ്പെടുന്നു. ഇറാൻ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന മേഖലകളിൽ 60 മേഖലകളിലൊക്കെ ഒരേ സമയത്തൊക്കെ ബോംബ് സ്ഫോടനം നടത്തിയിരിക്കുന്ന സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം സ്വരൂപിച്ച് വെച്ചിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചെയ്ത പ്രവൃത്തിയാണ് എന്ന് ചുരുക്കം. അന്ന് ശേഷിക്കപ്പെട്ട ആയുധങ്ങൾ ഇപ്പോൾ പ്രക്ഷോഭകാരികൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് ഇറാൻ സംശയിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രക്ഷോഭം വ്യാപിച്ചു. സാധാരണ ഇത് അങ്ങനെ ഉണ്ടാവാറില്ല. ഒരു തലസ്ഥാന നഗരിയിലാണ് സാധാരണ അവിടെ വിഷയങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. ഇപ്പോഴും ഉണ്ടായത് അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് വ്യാപിക്കാൻ സമയമെടുക്കും. 10 ദിവസം 15 ദിവസമൊക്കെ സാധാരണ എടുക്കാറുണ്ട്. എന്നാൽ 3 ദിവസം കൊണ്ട് അത് വ്യാപിച്ചു. അഥവാ രാജ്യത്തിൻ്റെ ചുറ്റുഭാഗത്തുമുള്ള ഈ മൊസാദ് വിഭാഗത്തെ ഏകോപിപ്പിക്കുന്ന കാര്യത്തിൽ ഇസ്രായേൽ വിജയിച്ചു, അല്ലെ അമേരിക്ക വിജയിച്ചു എന്നുമാണ് അനുമാനിക്കാൻ. അതുകൊണ്ട് വ്യത്യസ്തരായിരിക്കുന്ന മേഖലകളിൽ വിദ്യാർത്ഥികളെ, ഇപ്പോൾ ഈ യുവാക്കന്മാരെ,
അതുപോലെ വ്യവസായികളെ, ബിസിനസ്സുകാരൊക്കെ രംഗത്തിറക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു. അതിലവർ വിജയിക്കുകയും ചെയ്തു. ഇവരുടെ കയ്യിൽ നല്ലൊരു ശതമാനത്തിൻ്റെ കയ്യിൽ ആയുധങ്ങൾ നൽകിയത് ആ സമയത്ത് ഇറാനിന് പുറത്തു നിന്ന് ഇങ്ങോട്ട് ആയുധം വന്നിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം ഭയങ്കരമായിരിക്കുന്ന നിയന്ത്രണം വ്യക്തികൾക്ക് പോലുമുള്ള ഒരു രാജ്യമായിട്ട് ഇറാൻ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് എളുപ്പത്തിൽ ഇങ്ങോട്ട് ആയുധമായിട്ട് വരിക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യം അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ ഇവിടെ ശേഷിക്കപ്പെട്ട ആയുധങ്ങൾ രാജ്യഭരണം അന്ന് അട്ടിമറിയും അവർ വിചാരിച്ചു. ഇറാൻ്റെ ഭരണ സംവിധാനങ്ങൾ അട്ടിമറിക്കുകയും അവർ അമേരിക്ക ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പുതിയൊരു ഭരണ സംവിധാനം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ഇസ്രായേലും അമേരിക്കയും കണക്കുകൂട്ടി. അതാണ് തെറ്റിപ്പോയത്. അപ്പോൾ അതിന് ശേഷിക്കപ്പെട്ട ആയുധങ്ങൾ പിന്നീട് പിടിക്കപ്പെടാത്തത് ചില മേഖല സൂക്ഷിക്കപ്പെട്ടു. ആ സൂക്ഷിക്കപ്പെട്ട ആയുധങ്ങൾ എന്ത് ചെയ്തു? പ്രക്ഷോഭകാരികൾക്ക് നൽകി. അവർ സൈനികരെ, സുരക്ഷാ ഉദ്യോഗസ്ഥരെ വെടിവെച്ചു. വെടിവെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി. ഏകദേശം 500 ആളുകൾ കൊല്ലപ്പെട്ടവരൊക്കെ നമുക്കറിയാവുന്നതാണ്, നമ്മളത് പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ എവിടെയും ഈ അമേരിക്കയെ സംബന്ധിച്ചുള്ള അവർക്കൊരു ശാന്തതയും സമാധാനം കിട്ടുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇറാന് മുമ്പിൽ തോൽക്കുന്നു, യമന് മുമ്പിൽ തോൽക്കുന്നു, ഗസയിലാണെങ്കിൽ ഈ ഇസ്രായേൽ തോൽക്കുന്നു. അങ്ങനെ അവർ തുടങ്ങിയപ്പെട്ടതിന് ഇവിടെ ഇറാൻ്റെയും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള വിഷയത്തിൽ എല്ലാം അമേരിക്കയുടെ നയ നിലപാടിന് വിരുദ്ധമായിട്ടാണ്. ഉക്രൈൻ വിഷയമൊക്കെ വ്യത്യസ്ത തലത്തിലും വ്യത്യസ്ത സമയത്തിലും ചർച്ച ചെയ്താണ്. താൻ അധികാരത്തിൽ കയറി 24 മണിക്കൂറിനിടയിൽ ഉക്രൈൻ റഷ്യൻ പ്രശ്നം തീരുന്നൊക്കെ പറഞ്ഞതാണ്. ഒരു കൊല്ലപ്പാവാനായി ഒരു കാര്യം നടക്കുന്നില്ല എന്നുള്ളത് ചുരുക്കം. അങ്ങനെ സർവ്വ മേഖലയിൽ മുൻപുള്ളതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ പ്രതിരോധം നേരിടുന്ന ഒരു മഹാരാജ്യമായി അമേരിക്ക മാറി. എവിടെ അവർക്ക് അതിജീവിക്കാനും വിജയിക്കാനും സാധിക്കില്ല. തോൽക്കുന്നതെല്ലാം ചെറിയ സംഘത്തോടും ചെറിയ വിഭാഗത്തോടും ചെറിയ രാജ്യങ്ങളോടും, വൻ മഹാരാജ്യങ്ങളോടൊന്നുമല്ല. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ, ഇനി അതിൻ്റെ മറ്റൊരു ഭാഗം കൂടി അതിൻ്റെ കൂടെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും എന്നുള്ളതാണ്. ശക്തമായിരിക്കുന്ന തിരിച്ചടികൾ ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അത് നിയന്ത്രണമില്ലാത്ത, കരുണ പ്രതീക്ഷിക്കാത്ത തിരിച്ചടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്രായേലിനാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇസ്രായേൽ സൈനികർക്ക് ചികിത്സ നടത്തുന്ന ഒരു ആശുപത്രിക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി. വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധം തണുത്തുപോയത് ഇസ്രായേൽ ഗസയിലെ ആശുപത്രി ആക്രമിച്ച് ആദ്യത്തെ ഘട്ടത്തിൽ 2023 600ഓളം ഫലസ്തീനികൾ ഒരേ സമയത്ത് കൊല്ലപ്പെട്ടിരുന്നു. അത് ശക്തമായിരിക്കുന്ന ആക്രമണം ഉണ്ടായിരുന്നു. മനുഷ്യരുടെ ശരീരങ്ങളൊക്കെ ചെതറിപ്പോയത് എത്രയോ ദൂരത്തേക്കാണ് എന്നൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ആക്രമണത്തെ നോക്കുന്ന സമയത്ത് ആശുപത്രി ആക്രമിക്കുക സ്വാഭാവികമായ രീതിയിൽ ഇസ്രായേൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഗസക്കകത്ത് എത്ര ആശുപത്രി ഉണ്ട് നമുക്ക് പരിശോധിച്ചാൽ അറിയാൻ വേണ്ടി സാധിക്കും. ബാക്കിയെല്ലാം ഇസ്രായേൽ തകർത്തതാണ് എന്ന് ചുരുക്കം. അപ്പോൾ അതിന് സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് ഇറാൻ ഇസ്രായേൽ നടത്തിയത്. അതുകൊണ്ട് വലിയ രീതിയിൽ ചർച്ചയൊന്നും ആവശ്യമില്ല എന്ന് അന്ന് തന്നെ പല രാജ്യങ്ങളും പറഞ്ഞു. പിന്നീട് അത് അവസാനിച്ചു പോയി എന്ന് ചുരുക്കം. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായ രീതിയിൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് ഇസ്രായേലിൻ്റെ ആണവ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, അതിൻ്റെ സംവിധാനങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. അതിനെ ലക്ഷ്യം വെച്ച് ആക്രമിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും വരാൻ പോകുന്ന ദിവസങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അയൺ ഡോം പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കേണ്ട രീതിയിലുള്ള കാര്യത്തെക്കുറിച്ച് ഏറെക്കുറെ അവർ പഠനം നടത്തി വിജയിച്ചിരിക്കുന്നു. അഥവാ അതിന് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. അയൺ ഡോം ആണെങ്കിലും ആരോ 3 ആണെങ്കിലും അമേരിക്കയുടെ പ്രതിരോധ സംവിധാനമാണെങ്കിലും ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനമാണെങ്കിലും ആ സംവിധാനത്തിൻ്റെ നേരെ ഏതൊരു ആക്രമണം വന്നാലും അല്ലെങ്കിൽ ഏതൊരു മിസൈൽ വന്നാലും അത് തിരിച്ച് പ്രതികരിച്ചു കൊണ്ടേയിരിക്കും. അത് മിസൈൽ വരണമെന്നോ ഡ്രോൺ വരണമെന്നോ ഹൈപ്പർസോണിക് മിസൈൽ വരണമെന്നോ അങ്ങനെയൊന്നും അത് കണക്കില്ല. അതിന് അഭിമുഖമായിട്ട് വരുന്ന വസ്തു എന്താണോ അത് പ്രതികരിച്ചിരിക്കും. അപ്പോൾ ഇറാനൊക്കെ ചെയ്തിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഉപയോഗശൂന്യമായിരിക്കുന്ന മിസൈലുകൾ മറ്റു ലോക രാജ്യത്തിൽ വിൽപ്പന നടത്താൻ പറ്റാത്തത് കംപ്ലൈൻറ്റും പരാതിയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇങ്ങനെ അയച്ചുകൊണ്ടേ നിന്നതിനോടനുബന്ധിച്ച് അയൺ ഡോം അതിനെ പ്രതികരിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ പ്രതികരണ ശേഷി ഇതിന് നഷ്ടപ്പെടും. പിന്നെ നമ്മൾ ആയിട്ട് വീണ്ടും അത് സൃഷ്ടിക്കപ്പെടണം. അത് നടക്കാതെ പോയി എന്നുള്ളതാണ്. അങ്ങനെ വന്ന സമയത്ത് എന്തായി? ഏറ്റവും മോശപ്പെട്ട മിസൈൽ അടിച്ചിട്ട് അയൺ ഡോമിനെ തന്നെ കൺഫ്യൂഷൻ ആക്കിയതിന് ശേഷം ഹൈപ്പർസോണിക് മിസൈൽ ഇട്ടിട്ട് ഇസ്രായേലിനെ തകർക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇറാൻ ചെയ്ത്. സമാനമായിരിക്കുന്ന സ്ഥിതി ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അവർ കൃത്യമായ രീതിയിൽ ഇസ്രായേൽ ലക്ഷ്യം വെക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ചില മുന്നറിയിപ്പുകളൊക്കെ ഇസ്രായേൽ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. തങ്ങളുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ ബങ്കറിലേക്ക് നീങ്ങണം, സുരക്ഷാ കവചങ്ങൾ വരുത്തണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ നിർദ്ദേശങ്ങൾ ഇസ്രായേൽ ജനങ്ങൾക്ക് രഹസ്യമായ രീതിയിൽ നൽകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടൊക്കെ ഇതിനിടയിൽ തന്നെ പുറത്തു വന്നതാണ്. ആ മേഖലക്കപ്പുറം പിന്നെ രണ്ടാമത്തെ മേഖല എന്ന് പറഞ്ഞാൽ ഗൾഫിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അത് ഇറാഖാണെങ്കിലും അസർബൈജാൻ ആണെങ്കിലും ഖത്തറാണെങ്കിലും ഈ മേഖലയെല്ലാം ഇറാൻ്റെ പരിധിക്കുള്ളിലാണ്. ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ട് രാജ്യം എണ്ണി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. തങ്ങളുടെ പരിധിക്കുള്ളിലാണ് പരമാവധി അമേരിക്കയുടെ സൈനിക താവളങ്ങളെല്ലാം ഉള്ളത്.
തങ്ങൾ ആകാശ യുദ്ധമാണ് നടത്തുക, തങ്ങൾ അവരെ ലക്ഷ്യമാക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിജീവിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുകയില്ല എന്നുള്ളത് അവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ വിലയിരുത്തുന്നത്, അന്താരാഷ്ട്ര മീഡിയകളൊക്കെ വിലയിരുത്തുന്നതും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നതും ഈ യുദ്ധം നടക്കാനുള്ള സാധ്യത വളരെ കുറവ് ആണ് എന്നുള്ളതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ തകർത്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയുടെ സൈനികരോട് പിന്മാറണമെന്ന് അവർ പറയുന്ന സമയത്ത് വീണ്ടും അമേരിക്കയും അറബ് രാജ്യങ്ങളിൽ ഉടക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാവും. അതിന് അമേരിക്കയ്ക്ക് താല്പര്യമില്ല. അറേബ്യൻ രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലെ ബന്ധങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി അവർക്ക് താല്പര്യമില്ല എന്നതിനാൽ ഒരു യുദ്ധ സാധ്യത വളരെ കുറവാണ്. യുദ്ധ സാധ്യതയാണ് ഉണ്ടാകുകയാണെങ്കിൽ മസൂദ് പെഷഷ്കിയാനും വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജിയും അവിടുത്തെ സുപ്രീം ലീഡറായിരിക്കുന്ന ആയത്തുള്ള അലി ഖമനി വളരെ കൃത്യതയോട് കൂടി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത വിധം നാണം കെട്ട രീതിയിലെ പരാജയവും നാശവും അനുഭവിച്ചിട്ട് മാത്രമേ ഇറാനിൽ നിന്ന് നിങ്ങൾക്ക് പിരിഞ്ഞു പോകാൻ പറ്റൂ എന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു പക്ഷേ അതൊരു മുന്നറിയിപ്പായിട്ട് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നു.